1989 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ദി അബിസ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന അന്യഗ്രഹ ജീവികളെ ഒരു കൂട്ടം ഖനന തൊഴിലാളികൾ അബദ്ധത്തിൽ കണ്ടെത്തുന്നതും അതിനുശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. കരീബിയൻ സമുദ്രത്തിന്റെ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. സമുദ്രത്തിന്റെ ഒരുപാട് ആഴത്തിലൂടെ യുഎസിന്റെ ഒരു സബ്മറൈൻ പോകുന്നുണ്ടായിരുന്നു. സബ്മറൈനിൽ ഒരുപാട് പേരുണ്ട്. അവരെന്തോ ഒരു ദൗത്യത്തിന് വേണ്ടി പോവുകയായിരുന്നു. ഒരിടത്തെത്തിയപ്പോൾ എന്തോ ഒരു പ്രകാശം വളരെ വേഗം സബ്മറൈന്റെ അടുത്ത് വന്നു. ഉടനെ സബ്മറൈന്റെ പവർ കുറച്ചു നേരത്തേക്ക് ഓഫായി പോയി. പ്രകാശം അവിടുന്ന് പോയതും പവർ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും നിയന്ത്രണം നഷ്ടപ്പെട്ട സബ്മറൈൻ ഒരു വലിയ പാറയിൽ ചെന്നിടിച്ചു. അതിന്റെ ആഘാതത്തിൽ സബ്മറൈന്റെ പല ഭാഗങ്ങളും തകർന്നു. ഉള്ളിൽ വെള്ളം കയറാനും തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും സബ്മറൈന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവസാനം സബ്മറൈൻ പതിയെ പതിയെ മുങ്ങി. ഈ സംഭവം നടന്നതിന് സമീപത്തായിട്ട് ഒരു വലിയ കപ്പലുണ്ടായിരുന്നു. ഇത് സാധാരണ കപ്പലല്ല, മറിച്ച് ഒരു ഓയിൽ റിഗാണ്. കടലിന്റെ ഒരുപാട് ആഴത്തിലാണ് ശരിക്കുമുള്ള ഓയിൽ റിഗ് മുങ്ങിക്കിടക്കുന്നത്. അതിനെ ഈ കപ്പലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സബ്മറൈൻ മുങ്ങി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു കൂട്ടം പട്ടാളക്കാരി ഈ കപ്പലിലെത്തി. ഈ കപ്പലും ഓയിൽ റിഗും ഒക്കെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനാണ് മിലിറ്ററിയുടെ പ്ലാൻ. കാരണം മിലിറ്ററിക്കാരുടെ കപ്പലും സന്നാഹങ്ങളും ഒക്കെ ഇവിടെ എത്തുമ്പോഴേക്കും നാളെയാകും. ഈ കപ്പലാണെങ്കിൽ തൊട്ടടുത്താണല്ലോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ എത്രയും വേഗം തന്നെ തിരച്ചിൽ നടത്താൻ പറ്റും. കപ്പലിന്റെ ബോസിന് മിലിറ്ററി ജനറല് നല്ല കാശും ഓഫർ ചെയ്തു. അങ്ങനെ ബോസ് താഴെ ഓയിൽ റിഗിലുള്ളവരെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു സബ്മറൈന് വേണ്ടി തിരച്ചിൽ നടത്താൻ പോകണമെന്ന് പറഞ്ഞു. ആദ്യം എല്ലാവരും പോകാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ജനറല് അവർക്കും വലിയൊരു തുക ഓഫർ ചെയ്തപ്പോൾ അവരും പോകാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഓയിൽ റിഗിന്റെ ലീഡർ വിർജിലിന് അപ്പോഴും സമ്മതമായിരുന്നില്ല. കാരണം ഇവര് വെറും ഖനന തൊഴിലാളികൾ മാത്രമാണ്. ഒരു മിലിറ്ററി ദൗത്യമൊക്കെ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനൊരു ദൗത്യത്തിന് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിരിക്കുമെന്നാണ് വിർജിൽ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ സഹായത്തിന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് നേവിക്കാരെയും കൂടെ അയക്കാമെന്ന് ജനറല് പറഞ്ഞപ്പോൾ അവസാനം അവനും സമ്മതിച്ചു. കുറച്ചു കഴിഞ്ഞ് കപ്പലിൽ ലിൻഡ എത്തി. അവളാണ് ഈ ഓയിൽ റിഗ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് ഈ ദൗത്യത്തിന് അവളും പോകുന്നുണ്ട്. ഇപ്പോൾ കരീബിയൻ സമുദ്രത്തിൽ ശക്തമായ കൊടുങ്കാറ്റുണ്ടാകാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ലിൻഡ വിർജിലിനെ വിളിച്ചിട്ട് ഇങ്ങനൊരവസരത്തിൽ ഈ ദൗത്യത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അവൻ അതത്ര കാര്യമാക്കിയില്ല. വിർജില് ശരിക്കും ലിൻഡയുടെ ഹസ്ബൻഡാണ്. എന്തായാലും വെറും 1 മണിക്കൂർ കഴിഞ്ഞതും കപ്പല് ഓയിൽ റിഗും കൊണ്ട് സബ്മറൈൻ മുങ്ങിയ ലൊക്കേഷനിലെത്തി. ശേഷം മിലിറ്ററിക്കാരെയും കൊണ്ട് ഒരു ചെറിയ മിനി സബ്മറൈനിൽ ലിൻഡ താഴെ ഓയിൽ റിഗിലേക്ക് പോയി. ആയിരക്കണക്കിന് അടി ആഴത്തിലാണ് ഓയിൽ റിഗ്. ഇത്രയും ആഴത്തിലെത്തുമ്പോൾ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് കാര്യമാക്കാതിരുന്നാൽ ഒരുപക്ഷെ കാര്യമായ മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ടെന്ന് താഴോട്ട് പോകുന്ന വഴിക്ക് ലിൻഡ നേവിക്കാരോട് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നാണ് നേവിക്കാരുടെ ലീഡർ കോഫി പറഞ്ഞത്. ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഓയിൽ റിഗിലെത്തി. അപ്പോൾ ലിൻഡ നേരത്തെ പറഞ്ഞതുപോലെ കോഫിയുടെ കൈ ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ അത് അവൻ ആരോടും പറഞ്ഞില്ല. ശേഷം നേവിക്കാരും ഓയിൽ വർക്കേഴ്സും കൂടെ ദൗത്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. മങ്ക് എന്നൊരു നേവിക്കാരൻ വെള്ളത്തിനടിയിൽ ശ്വസിക്കാനുള്ള പുതിയൊരു ടെക്നോളജി കാണിച്ചു കൊടുത്തു. അവൻ ഹിബിയുടെ എലിയെ ഒരുതരം ചുവന്ന വെള്ളത്തിലിട്ടു. ആദ്യം അത് കിടന്ന് പിടഞ്ഞെങ്കിലും പിന്നെ അതിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. സംഭവം ഈ ചുവന്ന വെള്ളം ശരിക്കും വായു പോലെ തന്നെ ശ്വസിക്കാൻ പറ്റുന്നതാണ്. ഇതുപയോഗിച്ചാൽ ഓക്സിജൻ ടാങ്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല ഓക്സിജൻ ടാങ്കിനേക്കാൾ കൂടുതൽ നേരം ഇതിൽ ശ്വസിക്കാനും കഴിയും. ശേഷം കുറച്ച് ഓയിൽ റിഗ് വർക്കേഴ്സും നേവിക്കാരും കൂടെ ഒരു മിനി സബിൽ കയറി സബ്മറൈന് വേണ്ടി തിരച്ചിൽ നടത്താൻ തുടങ്ങി. ലിൻഡയാണ് മിനി സബ് ഓടിക്കുന്നത്. ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സബ്മറൈൻ കണ്ടെത്തി. എന്നിട്ട് ലിൻഡ ഒഴികെ ബാക്കി എല്ലാവരും മിനി സബിൽ നിറങ്ങി സബ്മറൈനിൽ കയറി തിരച്ചിൽ നടത്താൻ തുടങ്ങി. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് എന്തായാലും സർവൈവേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഈ സബ്മറൈനിൽ ചില ന്യൂക്ലിയർ ബോംബുകളുണ്ട്. അതെടുക്കുക എന്നതാണ് ഈ നേവിക്കാരുടെ ശരിക്കുമുള്ള ദൗത്യം. സബ്മറൈന്റെ ഉള്ളിൽ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ കണ്ടതും ഓയിൽ വർക്കറായ ജാമർ ആകെ പരിഭ്രാന്തനായി. അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോയി ബാക്കി തിരയാമെന്ന് വിർജിൽ പറഞ്ഞു. അങ്ങനെ ജാമർ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിന്നു. കുറച്ചു കഴിഞ്ഞതും ജാമറിന്റെ ലൈറ്റുകളൊക്കെ ഓഫ് ആയി പോയി. അവന്റെ റേഡിയോയും വർക്കാകുന്നില്ല. ഉടനെ എന്തോ ഒരു തിളങ്ങുന്ന ജീവി ജാമറിന്റെ നേർക്ക് വന്നു. അത് കണ്ട് പേടിച്ച് അവനെ പാനിക് അറ്റാക്ക് ഉണ്ടായി. അവൻ വേഗം അവിടുന്ന് തിരിച്ചു നീന്താൻ ശ്രമിച്ചതും അവന്റെ ഓക്സിജൻ ടാങ്ക് ചുമരിലിടിച്ച് പൊട്ടിപ്പോയി. ആ ശബ്ദം കേട്ട് ബാക്കിയുള്ളവർ അവിടെ എത്തിയപ്പോഴേക്കും ആ ജീവി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം ജാമറിനെ തിരിച്ച് ഓയിൽ റിഗിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതുകൊണ്ട് അവര് ലിൻഡയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഈ സമയം പുറത്ത് മിനി സബിലായിരുന്ന ലിൻഡയും ആ തിളങ്ങുന്ന ജീവി അതുവഴി വളരെ വേഗം പോകുന്നത് കണ്ടു. അതിനെ കണ്ടതും മിനി സബിലും പവർ ഓഫായി പോയിരുന്നു. അത് പോയതും പവർ ഓൺ ആവുകയും ചെയ്തു.
അപ്പോ ആദ്യം സബ്മറൈൻ മുങ്ങിയതിന്റെ കാരണവും ഈ തിളങ്ങുന്ന ജീവിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശേഷം ജാമറിന് അപകടം പറ്റിയതുകൊണ്ട് എല്ലാവരും മിനി സബിൽ കയറി തിരിച്ച് ഓയിൽ റിഗിലേക്ക് പോയി. നേവിയിലെ ഒരുത്തൻ ഡോക്ടറാണ്. പരിശോധിച്ചപ്പോൾ എന്തോ കണ്ട് പേടിച്ചിട്ട് ജാമറിന് പാനിക് അറ്റാക്ക് ഉണ്ടായതാണെന്ന് ഡോക്ടറിന് മനസ്സിലായി. പക്ഷേ ജാമർ ഇപ്പോ കോമയിലാണ്. അവരിനി കുറച്ച് മണിക്കൂറുകൾ മുതൽ പല ദിവസങ്ങളോളം സമയം വരെ ചിലപ്പോൾ ഇങ്ങനെ കോമയിൽ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് കണ്ടിട്ടാണ് പേടിച്ചതെന്ന് തൽക്കാലം നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഒരു തിളങ്ങുന്ന ജീവിയെ ഞാൻ കണ്ടു. ഒരുപക്ഷെ അവനും അത് കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും അവന് പാനിക് അറ്റാക്ക് ഉണ്ടായതെന്ന് ലിൻഡ പറഞ്ഞു. പക്ഷേ ക്യാമറകളൊക്കെ ഓഫ് ആയിരുന്നതുകൊണ്ട് ആ ജീവിയുടെ തെളിവുകളൊന്നും അവളുടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ലിൻഡ അങ്ങനെ ഒരു ജീവിയെ കണ്ടതായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യുന്നതായിരിക്കുമെന്നാണ് ബാക്കിയുള്ളവര് കരുതിയത്. ശേഷം ഓയിൽ വർക്കേഴ്സ് വാർത്ത കാണുന്ന സമയം നേവിക്കാര് ജനറലിനെ കോണ്ടാക്ട് ചെയ്തു. ഇതുപോലെ ഒരുത്തനൊരു പ്രശ്നമുണ്ടായതുകൊണ്ട് ബോംബ് എടുക്കാതെ തിരിച്ചു വരേണ്ടി വന്നുവെന്ന് കോഫി പറഞ്ഞപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഒറ്റയ്ക്ക് ചെന്ന് ആ ബോംബിനെ എടുത്തിട്ട് വരാൻ ജനറൽ ഓർഡർ നൽകി. അങ്ങനെ ആർമിക്കാര് ഒരു മിനി സബിൽ കയറി ബോംബ് എടുക്കാൻ പോയി. വിർജിലെ അവരെ തടയാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഇവിടെ ഏറ്റവും മുകളിൽ കൊടുങ്കാറ്റിപ്പോൾ ഹ്യൂരിക്കെയിനായി മാറിയിരിക്കുകയാണ്. ഇനിയും ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് ആ ഹ്യൂരിക്കെയിൻ ഈ കപ്പൽ നിൽക്കുന്ന സ്ഥലത്തെത്തും. അതിനു മുന്നേ ഇവിടുന്ന് പോകണമെന്ന് ബോസ് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നേവിക്കാര് താഴോട്ട് പോയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. ശേഷം ഇവിടെ നേവിക്കാരാണെങ്കിൽ ചെന്ന് ബോംബിനെ എടുത്ത് തിരിച്ച് ഓയിൽ റിഗിൽ സേഫ് ആയിട്ട് വന്നു. പക്ഷെ അപ്പോഴേക്കും മുകളിൽ ഹ്യൂരിക്കെയിൻ എത്തിയിരുന്നു. കപ്പല് മുഴുവൻ ഭയങ്കരമായിട്ട് കുലുങ്ങാൻ തുടങ്ങി. അടിയിൽ ഓയിൽ റിഗും അതിനനുസരിച്ച് കുലുങ്ങുന്നുണ്ട്. കപ്പലിലെ വലിയൊരു ക്രെയിനിൽ ശക്തമായ പൈപ്പ് കൊണ്ടാണ് ഓയിൽ റിഗിനെ കപ്പലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കുറെ നേരം കുലുങ്ങിയപ്പോൾ അവസാനം ആ ക്രെയിന് മൊത്തത്തിൽ തകരുകയും ക്രെയിന് കപ്പലിൽ നിന്ന് മിളകി നേരെ താഴോട്ട് വീഴുകയും ചെയ്തു. ഉടനെ ബോസ് വിർജിലിനെ വിളിച്ച് കാര്യം അറിയിച്ചു. ക്രെയിന് റിഗിന് മുകളിൽ വന്ന് വീഴുമെന്നാണ് കരുതിയത്. എന്നാൽ ഭാഗ്യത്തിന് അത് റിഗിന്റെ തൊട്ടടുത്താണ് വന്ന് വീണത്. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാവരും ആശ്വസിച്ചു. പക്ഷേ മുന്നിൽ വളരെ വലിയൊരു അഗാധമായ കുഴിയുണ്ട്. ആ ക്രെയിൻ വഴുതി പതിയെ നേരെ ആ കുഴിയിലേക്ക് പോയി. ക്രെയിനിന്റെ പൈപ്പ് ഇപ്പോഴും ഓയിൽ റിഗുമായിട്ട് കണക്ട് ആയതിനാൽ റിഗിനെയും കൂടെ വലിച്ചുകൊണ്ടാണ് അത് പോകുന്നത്. റിഗ് മൊത്തം കിടന്ന് ഭയാനകമായിട്ട് കുലുങ്ങുകയാണ്. അതിനിടയിൽ പാറകളിൽ തട്ടി റിഗിന്റെ ചിലയിടങ്ങളിൽ ദ്വാരം വീണ് വെള്ളം കയറാൻ തുടങ്ങി. ഒരു മുറിയിൽ ഷോർട്ട് സർക്യൂട്ടായി തീയും പിടിച്ചു. ലിൻഡ കുറച്ചുപേരെയും വിളിച്ചുകൊണ്ട് തീ കെടുത്താൻ പോയി. വിർജിലാണെങ്കിൽ വേറെ കുറച്ചുപേരെയും കൊണ്ട് വെള്ളം കയറാൻ തുടങ്ങിയ മുറികളുടെ വാതിലൊക്കെ ലോക്ക് ചെയ്യാൻ പോയി. ഇതിനിടയിൽ പലരും വെള്ളത്തിൽ മുങ്ങിയും അപകടത്തിൽപ്പെട്ടുമൊക്കെ മരിക്കുന്നുണ്ടായിരുന്നു. നേവിക്കാരൻ മങ്കിനും കാര്യമായ പരിക്ക് പറ്റി. അവസാനം ആ കുഴിയുടെ വക്കിലാണ് റിഗ് ചെന്ന് നിന്നത്. ശേഷം ബാക്കിയുള്ള സർവൈവേഴ്സ് ഒക്കെ റിഗിന്റെ കൺട്രോൾ സെന്ററിൽ ഒരുമിച്ച് കൂടി. കപ്പലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. ലിൻഡ ചെന്ന് റിഗ് മൊത്തം ചെക്ക് ചെയ്തു. നോക്കിയപ്പോൾ ഹീറ്ററിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്ന് മനസ്സിലായി. ഹീറ്റർ ഇല്ലെങ്കിൽ പിന്നെ ഈ റിഗ് മുഴുവൻ ഒരു വലിയ ഫ്രിഡ്ജ് പോലെയായി മാറും. എന്നുവെച്ചാൽ അത്രയ്ക്ക് തണുപ്പാകും. ഇനി 12 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഹ്യൂരിക്കെയിൻ പോകാൻ 12 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. ഹ്യൂരിക്കെയിൻ മാറാതെ ആരും ഇവരെ റെസ്ക്യൂ ചെയ്യാനും വരില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് എന്നെ ചാകേണ്ടി വരുമെന്നോർത്ത് എല്ലാവരും നല്ല ടെൻഷനിലായി. അപ്പോഴാണ് പുറത്തൊരു ഓക്സിജൻ ടാങ്ക് കിടക്കുന്നത് ലിൻഡ ശ്രദ്ധിച്ചത്. അത് നേരത്തെ റിഗിൽ നിന്നും തെറിച്ചു പോയതാണ്. അതെടുത്താൽ 20 മണിക്കൂറുകൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടും. അങ്ങനെ അവള് അതെടുക്കാൻ പോയി. ഹിപ്പി ഒരു ക്യാമറ വഴി അവളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ വീണ്ടും ലിൻഡയുടെ ലൈറ്റുകളൊക്കെ ഓഫായി പോയി. ഹിപ്പിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നഷ്ടമായി. അപ്പോ നേരത്തെ കണ്ട തിളങ്ങുന്ന ജീവി വീണ്ടും അവിടെ വന്നു. ഇത്തവണ അതിന്റെ കൂടെ മറ്റൊരു വലിയ ജീവി കൂടെ ഉണ്ടായിരുന്നു. അവൾ അതിനെ ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ ഏതാണ്ട് ജെല്ലി ഫിഷ് പോലത്തെ ജീവിയായിട്ട് തോന്നി. കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ അത് അവിടുന്ന് തിരിച്ചുപോയി. അത് കുറച്ച് അകലെ എത്തിയതും പവർ ഓൺ ആയി. ഉടനെ അവൾ ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്തു. ശേഷം തിരിച്ച് റിഗിൽ വന്നപ്പോൾ ആ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ലിൻഡ നേരത്തെ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഈ ജീവി നമ്മളെപ്പോലെ വളരെ ഇന്റലിജന്റ് ആണെന്നും ഒരുപക്ഷെ അത് ഏലിയൻസ് ആയിരിക്കുമെന്നാണ് ലിൻഡയുടെ അഭിപ്രായം. അത് മാത്രമല്ല, ഈ ജീവികൾ അടുത്തു വരുമ്പോഴാണ് ഡിവൈസുകളെല്ലാം ഓഫായി പോകുന്നതെന്നും ലിൻഡ ഊഹിച്ചു. പക്ഷെ അത് വെറും ജെല്ലി ഫിഷ് പോലത്തെ എന്തെങ്കിലും ജീവി ആയിരിക്കുമെന്നാണ് വിർജിൽ പറയുന്നത്. ഈ സമയം നേവിക്കാര് മറ്റൊരു മുറിയിൽ ബോംബിനെ പരിശോധിക്കുകയായിരുന്നു. അത് ഹിപ്പി ഒളിച്ചു നിന്ന് കാണുകയും ചെയ്തു. ശരിക്കും ഈ ബോംബിന്റെ കാര്യമൊന്നും ഓയിൽ വർക്കേഴ്സിന് അറിയില്ല. സബ്മറൈനിൽ സർവൈവേഴ്സ് ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമെന്ന് മാത്രമേ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബോംബ് കണ്ടതും ഹിപ്പി ഞെട്ടിപ്പോയി. അവനത് വേഗം ചെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കുകയും ചെയ്തു. ഉടനെ ഓയിൽ വർക്കേഴ്സ് എല്ലാം വന്ന് നേവിക്കാരോട് വഴക്കുണ്ടാക്കി. ഞങ്ങളോട് പറയാതെ എന്തിന് നിങ്ങൾ ഈ ബോംബ് ഇവിടെ കൊണ്ടുവന്നുവെന്ന് ചോദിച്ച് ലിൻഡ കോഫിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. പക്ഷേ നോക്കിയപ്പോൾ നേവിക്കാരുടെ തോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വിർജിലും കൂട്ടരും തിരിച്ചുപോയി. അവര് പോയതും ഇവരെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് കോഫി പറഞ്ഞു. സംഭവം ഇവനിപ്പോ മെന്റൽ പ്രോബ്ലംസ് തുടങ്ങിയിരിക്കുകയാണ്. അവന്റെ കൈയാണെങ്കിൽ മാരകമായിട്ട് വിറയ്ക്കുന്നുമുണ്ട്.
ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി. കുറെ നേരം കഴിഞ്ഞ് എന്തോ ഒരു വിചിത്രമായ ജീവി മിനി സബുകളൊക്കെ വെച്ചിരിക്കുന്ന പൂൾ മുറിയിലൂടെ റിഗിനകത്ത് കയറി വന്നു. അത് നേരെ കൺട്രോൾ സെന്ററിലേക്കാണ് കയറി വന്നത്. പാമ്പ് പോലത്തെ രൂപമാണെങ്കിലും അത് വെള്ളം കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. എല്ലാവരും അതിനെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. അത് വന്ന് പലരുടെയും മുഖഭാവങ്ങൾ അനുകരിച്ചു. അതിനിടയിൽ ലിൻഡ അതിനെ ഒന്ന് തൊട്ട് നക്കി നോക്കിയപ്പോൾ അത് വെറും സമുദ്രജലം മാത്രമാണെന്ന് മനസ്സിലായി. ശേഷം ആ ജീവി നേരെ ബോംബ് വെച്ചിരുന്ന മുറിയിലേക്കാണ് പോയത്. അപ്പോൾ നേവിക്കാരും അതിനെ കണ്ടു. കോഫി ഉടനെ മുറിയുടെ വാതിലങ്ങ് അടച്ചു കളഞ്ഞതും അത് രണ്ടായിട്ട് മുറിഞ്ഞ ഭാഗം വെറും ജലമായിട്ട് മാറി നിലത്ത് വീഴുകയും ബാക്കി ഭാഗം തിരിച്ച് പൂൾ റൂമിലൂടെ റിഗിലൻ ഇറങ്ങി പോവുകയും ചെയ്തു. ശേഷം നമ്മളിപ്പോ കണ്ടത് എന്താണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചർച്ച ചെയ്തു. ഏലിയൻസിനെ ജലത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ അവരായിരിക്കും ജലത്തിനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഒരു പാമ്പിന്റെ രൂപത്തിലാക്കിയത്. നമ്മളോടെന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്തേ. മിക്കവാറും മുന്നിലുള്ള കുഴിയിലായിരിക്കും അവര് ജീവിക്കുന്നത് എന്നൊക്കെയാണ് ലിൻഡ പറയുന്നത്. ഇതൊക്കെ കേട്ട് കോഫി ആകെ പരിഭ്രാന്തനായി. ഏലിയൻസ് ലോകത്തിനെ കീഴടക്കാൻ വന്നതായിട്ടാണ് അവൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ആ ഏലിയൻസിനെ നശിപ്പിക്കണമെന്നും അതിനുവേണ്ടി ആ ബോംബിനെ എടുത്ത് കുഴിയിലോട്ടിട്ടാൽ മതിയെന്നും അവൻ തീരുമാനിച്ചു. ബോംബും കൊണ്ട് ഒരു മിനി സബിൽ കയറി കുഴിക്ക് സമീപം പോയിട്ട് ബോംബിനെ കുഴിയിലോട്ട് റിലീസ് ചെയ്യാനാണ് അവന്റെ പ്ലാൻ. അങ്ങനെ ആരും കാണാതെ നേവിക്കാര് ഒരു മിനി സബിൽ ബോംബിനെ കൊണ്ടുവച്ചു. ഈ ചെയ്യുന്നതിനോടൊന്നും ബാക്കി നേവിക്കാർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം ബോംബിനെ എടുത്ത് സേഫ് ആയിട്ട് വയ്ക്കുക എന്നത് മാത്രമായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ള ഉത്തരവ്. ഇപ്പൊ ചെയ്യുന്നതൊക്കെ കോഫിയുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. എന്തായാലും അവര് മിനി സബിൽ ബോംബ് വെക്കുന്നത് ഹിപ്പി കാണുന്നുണ്ടായിരുന്നു. അവൻ ഓടി കൺട്രോൾ സെന്ററിൽ ചെന്ന് ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ കോഫിയും ടീമും തോക്കുകളും കൊണ്ട് അവിടെ കയറി വന്നു. എന്നിട്ട് എല്ലാവരോടും കാര്യം പറഞ്ഞു. പക്ഷെ ഈ ഏലിയൻസ് എങ്ങനെയുള്ളവരാണെന്നോ അവരെത്രത്തോളം ശക്തരാണെന്നോ അറിയില്ല. അപ്പോൾ പിന്നെ ബോംബിട്ട് വെറുതെ അവരെ പ്രകോപിപ്പിക്കുന്നത് മണ്ടത്തരമായി പോകുമെന്നാണ് ലിൻഡ പറയുന്നത്. അത് മാത്രമല്ല, ഈ ബോംബ് സമീപത്തുള്ള രാജ്യങ്ങളെ വരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഓയിൽ വർക്കേഴ്സ് എല്ലാം കോഫിയെ എതിർത്തു. അപ്പോൾ ഇവര് നമ്മുടെ ദൗത്യത്തിന് എതിരി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരെയെല്ലാം ഈ കൺട്രോൾ സെന്ററിൽ പൂട്ടിയിടാൻ കോഫി ആജ്ഞാപിച്ചു. മേലുദ്യോഗസ്ഥന്റെ ഓർഡർ പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് മടിച്ചാണെങ്കിലും മറ്റ് നേവിക്കാരെ അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് ബാക്കി നേവിക്കാരെ അവിടെ കാവൽ നിർത്തിയിട്ട് കോഫി നേരെ പൂൾ റൂമിലേക്ക് പോയി. അവൻ പോയതും ജാമർ ഉണർന്നു. അവൻ ഇത്രയും നേരം മറ്റൊരു മുറിയിൽ കോമയിൽ കിടക്കുകയായിരുന്നു. അവൻ എണീറ്റ് വന്ന് കൺട്രോൾ സെന്ററിന്റെ വാതില് തുറന്നു കൊടുത്തു. നേവിക്കാരും തന്നെ ഒന്നും ചെയ്തില്ല. കാരണം കോഫി ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കെല്ലാം അറിയാം. പുറത്തിറങ്ങിയ വിർജിലും ടീമും നേരെ പൂൾ റൂമിലേക്ക് പോയി. പക്ഷേ പൂൾ റൂമിന്റെ വാതിലുകളെല്ലാം മറുവശത്ത് നിന്നും കോഫി പൂട്ടിയിരിക്കുകയാണ്. ഇനി പൂൾ റൂമിൽ കയറണമെങ്കിൽ പുറത്തുള്ള ചില ഹാച്ചുകൾ വഴി മാത്രമേ പറ്റൂ. അതിന് റിഗിലെന്ന് പുറത്തിറങ്ങി നീന്തണം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്വിമ്മിംഗ് സ്യൂട്ടുകളെല്ലാം പൂൾ റൂമിലാണ്. പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ട് സ്വിമ്മിംഗ് സ്യൂട്ട് ഇല്ലാതെ പുറത്തിറങ്ങി നീന്തുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എങ്കിലും വിർജിലും വേറൊരുത്തനും രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി നീന്തി. ആദ്യം ഒരു ഹാച്ചിലെത്തി അത് തുറക്കാൻ നോക്കിയപ്പോൾ അത് ജാം ആയിരിക്കുന്നത് കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴേക്കും കൂടെയുള്ളവനാകെ തളർന്നിരുന്നു. ഇനി അവന് നീന്താൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ അടുത്ത ഹാച്ചിലോട്ട് വിർജിൽ ഒറ്റയ്ക്കാണ് പോയത്. ഭാഗ്യത്തിന് ആ ഹാച്ച് തുറക്കാൻ പറ്റി. അങ്ങനെ അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ പൂൾ റൂമിൽ കയറി. അവിടെ കോഫി മിനി സബിൽ കയറാൻ നിൽക്കുകയായിരുന്നു. വിർജിൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ കോഫിയെ പിന്നിലൂടെ ആക്രമിക്കാൻ വന്നു. എന്നാൽ കോഫിയുടെ അടുത്തെത്തിയതും കോഫി അവനെ കണ്ടു. ഉടനെ കോഫി അവന്റെ തോക്കെടുത്ത് വിർജിലിനെ വെടിവെച്ചു. പക്ഷെ വെടി പൊട്ടിയില്ല. കാരണം കോഫിയുടെ പോക്ക് ശരിയല്ലെന്ന് തോന്നിയതിനാൽ നേരത്തെ മങ്ക് ഈ തോക്കിന്റെ ബുള്ളറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റിയിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റായി. കോഫിയുടെയിലാണെങ്കിൽ ഒരു കത്തിയുണ്ട്. അത് മാത്രമല്ല, അവൻ ഫൈറ്റിങ്ങിന് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ളവനാണ്. അതുകൊണ്ട് എത്ര ശ്രമിച്ചിട്ടും വിർജിലിന് അവനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവസാനം വിർജിലിനെ അവൻ കൊല്ലുമെന്ന അവസ്ഥയിലെത്തിയതും നേരത്തെ കൂടെ നീന്തിയവൻ വന്ന് കോഫിയെ ഇടിച്ചു വീഴ്ത്തി. എന്തായാലും രണ്ടുപേരെ നേരിടാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ കോഫി പെട്ടെന്ന് മിനി സബിലേക്ക് ചാടിക്കേറി. മറ്റു രണ്ടുപേരും വേഗം ചെന്ന് പൂൾ റൂമിന്റെ വാതില് തുറന്നുകൊടുത്തു. അങ്ങനെ ബാക്കിയുള്ളവരും കൂടെ അകത്ത് കയറി വന്നു. നേവിക്കാരുടെ തോക്ക് കൊണ്ട് അവര് കോഫിയുടെ മിനി സബിനെ വെടിവെക്കാൻ നോക്കി. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ വിർജില് വളരെ വേഗം സ്വിമ്മിംഗ് സൂട്ടൊക്കെ എടുത്തിട്ടു. എന്നിട്ട് ഒരു കയറും കൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ചാടി. കോഫി ബോംബ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ വിർജിൽ വന്ന് കയറിന്റെ ഒരറ്റം ബോംബിൽ കെട്ടി. എന്നിട്ട് മറ്റേ അറ്റം കൊണ്ട് റിഗിന്റെ ഒരു കമ്പിയിലും കെട്ടി. ശേഷം കോഫി ബോംബ് റിലീസ് ചെയ്തപ്പോൾ ബോംബ് അവിടെ തന്നെ തൂങ്ങിക്കിടന്നു. അതുകണ്ട് ദേഷ്യം വന്ന കോഫി നേരെ വിർജിലിനെ ഇടിക്കാൻ വന്നു. അവൻ പലതവണ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു. പക്ഷേ കോഫി വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ലിൻഡ മറ്റൊരു മിനി സബിൽ വന്ന് നേരെ കോഫിയുടെ മിനി സബിനെ ഇടിച്ചു. അത് കാരണം കോഫിയുടെ സബിൽ തീ പിടിച്ചു. അവൻ ആ തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വിർജിൽ ലിൻഡയുടെ സബിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ നേരത്തെ കെട്ടിയിരുന്ന കയറ് അഴിഞ്ഞുപോയി. പെട്ടെന്ന് ലിൻഡ മിനി സബിലുള്ള മെക്കാനിക്കൽ കൈകൊണ്ട് ആ കയറിനെ മുറുകെ പിടിച്ചു. പക്ഷെ അപ്പോഴാണ് കോഫി വീണ്ടും വന്നിടിച്ചത്. ആ ഇടിയുടെ ആഘാതത്തിൽ കയറിന്റെ പിടി വിടുകയും അത് നേരെ കുഴിയിലോട്ട് പോവുകയും ചെയ്തു.
എന്നിട്ട് കോഫി വീണ്ടും വീണ്ടും അവരെ വന്നിടിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരിക്കൽ കോഫി ഇടിക്കാൻ വന്നതും ലിൻഡ മാറിക്കളഞ്ഞു. അങ്ങനെ അവന്റെ സബ് ചെന്ന് ചുമരിലിടിക്കുകയും സബിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവനും അവന്റെ സബും കൂടെ നേരെ കുഴിയിലേക്ക് വീഴുകയും ചെയ്തു. കുഴിയുടെ കുറെ ആഴത്തിലെത്തിയതും സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അവന്റെ സബ് പെട്ടെന്ന് പൊട്ടിച്ചിതറി. നിർഭാഗ്യവശാൽ ലിൻഡയുടെ സബിനും കാര്യമായ തകരാറുകൾ പറ്റി പ്രവർത്തനരഹിതമായിരുന്നു. ഉള്ളിലേക്ക് വെള്ളം കയറാനും തുടങ്ങി. ആകെ വിർജിലിന് മാത്രമേ സ്വിമ്മിംഗ് സ്യൂട്ട് ഉള്ളൂ. അവന് ദൂരി ലിൻഡയ്ക്ക് കൊടുക്കാൻ നിന്നു. എന്നാൽ വിർജില് വളരെ മികച്ച നീന്തൽ വിദഗ്ധനാണ്. അവന് അവളെയും കൊണ്ട് നീന്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നീ സ്വിമ്മിംഗ് സ്യൂട്ട് ഉപയോഗിച്ച് എന്നെയും കൊണ്ട് വേഗത്തിൽ നീന്തിയാൽ നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാമെന്ന് ലിൻഡ പറഞ്ഞു. ആലോചിച്ചപ്പോൾ അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് വിർജിലിന് തോന്നി. അങ്ങനെ അവൻ അവളെയും കൊണ്ട് വളരെ വേഗം മുകളിലേക്ക് നീന്തി. പക്ഷെ മുകളിലെത്തുന്നതുവരെ അവൾക്ക് ശ്വാസം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അതിനു മുന്നേ അവള് ബോധം കെട്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ എമർജൻസി കിറ്റുകളൊക്കെ റെഡിയാക്കി നിൽക്കാൻ വിർജിൽ റേഡിയോ വഴി ബാക്കിയുള്ളവരോട് പറഞ്ഞു. അങ്ങനെ റിഗിലെത്തിയ ഉടൻ എല്ലാവരും കൂടെ അവളെ ചികിത്സിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവള് ഉണരുന്നില്ല. അപ്പോ അവള് മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ വിർജിൽ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവള് ഉണർന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇനിയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ കോഫി ഓൾറെഡി 3 മണിക്കൂറത്തേക്ക് ബോംബിൽ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും 2.5 മണിക്കൂറിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ബോംബിനെയും കൂടെ എങ്ങനെയെങ്കിലും ഡിഫ്യൂസ് ചെയ്യണം. കാരണം ഈ ബോംബിന് ഹിരോഷിമയിൽ വീണതിന്റെ 1000 മടങ്ങ് ശക്തിയുണ്ട്. ഇത് പൊട്ടിയാൽ ഏലിയൻസ് മാത്രമല്ല സമീപത്തുള്ള രാജ്യങ്ങൾ പലതും നശിക്കും. കോടിക്കണക്കിന് പേര് കൊല്ലപ്പെടും. പക്ഷെ കുഴിയിൽ പോകുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. സമ്മർദ്ദം താങ്ങാനാകാതെ മരിച്ചു പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് നീന്താൻ അറിയാവുന്നത് വിർജിലിനാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പോകാമെന്ന് വിർജിൽ പറഞ്ഞു. ശേഷം വിർജില് വളരെ ശക്തമായ പ്രഷർ സ്യൂട്ട് ധരിച്ചു. എത്ര സമ്മർദ്ദം വേണമെങ്കിലും അതിനെ താങ്ങാൻ കഴിയും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓക്സിജൻ ടാങ്കും കൊണ്ട് പോകാൻ പറ്റില്ല. എന്തെന്നാൽ അതിന്റെ വെയിറ്റ് കാരണം തിരിച്ച് മുകളിലേക്ക് നീന്താൻ കഴിയില്ല. അതുകൊണ്ട് അതിന് പകരമായിട്ട് വിർജിലിന്റെ ഹെൽമെറ്റിൽ നേരത്തെ കണ്ട ചുവന്ന ദ്രാവകം നിറച്ചു. ഇനി അതിലൂടെ അവന് ശ്വസിക്കാൻ കഴിയും. പക്ഷെ ഇനി അവന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവരെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് മെസ്സേജ് അയച്ച് മാത്രമേ അവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. എന്തായാലും സകല ധൈര്യവും കൈവരിച്ച് അവൻ നേരെ കുഴിയിലേക്ക് ചാടി. പതിയെ പതിയെ അവൻ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് നേരത്തെ വന്ന് വീണതൊക്കെ അവന് കാണാം. വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം അവൻ ബോധം കെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ ലിൻഡ അവനോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറെ ദൂരം പോയപ്പോൾ അവസാനം അവൻ ബോംബ് കിടക്കുന്ന സ്ഥലത്തെത്തി. ആ ബോംബ് എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന് മങ്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒടുവിൽ ബോംബും ഡീആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അടുത്ത പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇനി വിർജിലിന് ആകെ 5 മിനിറ്റ് നേരത്തേക്കുള്ള ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. തിരിച്ച് മുകളിലേക്ക് കയറി വരാൻ കുറഞ്ഞത് 30 മിനിറ്റുകളെങ്കിലും എടുക്കും. എന്നിരുന്നാലും നീ തിരിച്ചു കയറി വരാൻ ശ്രമിക്കുന്ന ലിൻഡ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ വിർജിലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് തന്റെ മരണത്തിന് വേണ്ടി അവിടെ കാത്തിരുന്നു. എന്നാൽ ആ സമയം അവിടെ നേരത്തെ കണ്ട തിളങ്ങുന്ന ജീവി വന്നു. ഇപ്പോഴാണ് നമുക്കതിന്റെ മുഖമൊക്കെ കാണാൻ കഴിയുന്നേ. മനുഷ്യരൂപത്തിന് സാദൃശ്യമാണ് അതിന്റെ രൂപം. അത് കൈ നീട്ടി അവനെ വിളിച്ചു. അവൻ അതിന്റെ കയ്യിൽ പിടിച്ചതും അവൻ അതിനെയും കൊണ്ട് സമീപത്തുള്ള ഒരു ഏലിയൻ സിറ്റിയിലേക്ക് പോയി. അവിടെ അവനെ ഒരു മുറിയിൽ കൊണ്ടിട്ടു. എന്നിട്ട് അവന് ശ്വസിക്കാൻ വേണ്ടി ആ മുറിയിലെ വെള്ളമൊക്കെ മാറ്റിക്കൊടുത്തു. നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൻ നേരത്തെ അയച്ച മെസ്സേജ് കാണിച്ചു കൊടുത്തു. അതായത് ബേസിക്കലി മറ്റുള്ളവരെ രക്ഷിക്കാൻ അവൻ സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറായി. അത് ഏലിയൻസിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവരവനെ രക്ഷിച്ചത്. അപ്പോൾ ഏലിയൻസ് മനുഷ്യർ ചെയ്യുന്നതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടെന്നർത്ഥം. ശേഷം ഏലിയൻസ് ഹ്യൂരിക്കെയിനെ പൂർണ്ണമായും മാറ്റി. അപ്പോൾ നേരത്തെ ലിൻഡ പറഞ്ഞതുപോലെ ഈ ഏലിയൻസിനെ ജലത്തിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടനെ ആ ഏലിയൻ സിറ്റി മൊത്തത്തിലിരുന്ന് കുലുങ്ങാൻ തുടങ്ങി. സംഭവം അത് ശരിക്കും ഒരു വലിയ സ്പേസ്ഷിപ്പ് ആയിരുന്നു, അല്ലാതെ സിറ്റിയല്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഓയിൽ റിഗിനെയും കൊണ്ട് സ്പേസ്ഷിപ്പ് വെള്ളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി. അത് കണ്ട് കപ്പലിലുള്ളവരൊക്കെ അന്തം വിട്ട് നോക്കി നിന്നു. ഇങ്ങനെ ഒരുപാട് ആഴങ്ങളിൽ നിന്നും പെട്ടെന്ന് മുകളിലേക്ക് കയറി വന്നാൽ സമ്മർദ്ദത്തിന്റെ വ്യത്യാസം താങ്ങാൻ കഴിയാതെ മനുഷ്യര് മരിച്ചു പോകേണ്ടതാണ്. എന്നാൽ ഓയിൽ റിഗിലുള്ളവർക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോ ഏലിയൻസ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് ലിൻഡ പറഞ്ഞു. ശേഷം വിർജില് സ്പേസ്ഷിപ്പിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ലിൻഡ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.